പേടിയാവുന്നു. കയറി നിൽക്കുന്നു. ചെരുപ്പ് ആരും ഇവിടെ കണ്ടിട്ടില്ല. അതെ ഗൈസ്, എന്താ മോണിറ്ററും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷ് ഉണ്ടോ? പുള്ളിക്ക് മീനെ കിട്ടി. ഞങ്ങൾ ഒരാളുടെ അടുത്ത് എത്തി കേട്ടോ. പുള്ളി ഇവിടെ 2 കുഴി ഉണ്ടാക്കി. ഫിഷ് ഫിഷ് നോ നയത്തു നെയ്യാത്തു പുള്ളിക്ക് കിട്ടിയില്ല കേട്ടോ. അതാ കുഴിയുണ്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവുകയാണ്. ഗൈസ് നോക്കൂ, അതിനർത്ഥം നമ്മൾ മോസ്കോ കാണാതെ പോകുക എന്നുള്ളതല്ല. നമുക്ക് ടോട്ടലി ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളെ കുറച്ച് ദിവസങ്ങൾ ഒപ്പിച്ചൊപ്പിച്ച് എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോകണം. യെസ് ഗൈസ്, നോക്കൂ, നമുക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളെ നമുക്കിനിയും റഷ്യയിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പ്രശ്നങ്ങൾ നടക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് വിസയുടെ കാലാവധി വളരെ കുറവാണ്. അപ്പം നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോയിട്ട് വരുമ്പോൾ തന്നെ 3 ദിവസം എടുക്കും. അങ്ങോട്ട് 2 ദിവസവും തിരിച്ച് 1 ദിവസവും. അതായത് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവരുടെ ലോക്കൽ റൂട്ടിലാണ്. അതായത് നമ്മുടെ നാട്ടിൽ പോലെ ഓടാൻ പറ്റില്ല. റോഡ് മൊത്തം മഞ്ഞായതുകൊണ്ട് തെന്നും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ വരും. വണ്ടി കയറുമ്പോൾ വണ്ടിയുടെ ടയർ പൊങ്ങും. യെസ് ഗൈസ്, നോക്കൂ, അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ടോൾ റോഡും അതുപോലെ തന്നെ അൺടോൾ റോഡും ഉണ്ട്. അതായത് ടോൾ ഉള്ള റോഡും ടോൾ ഇല്ലാത്ത റോഡും. നമ്മുടെ നാട്ടിൽ അതില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇനി തിരിച്ചു വരുന്നത്. നമ്മൾ ടോൾ റോഡിലാണ് 725 കിലോമീറ്റർ സഞ്ചരിക്കാനായി 3000 രൂപയാണ് ടോൾ ചാർജ് ഈടാക്കുന്നത്. ഗൈസ് നോക്കൂ, ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇത് ഇവിടെ തന്നെ വണ്ടിയുണ്ട് ഗൈസ്. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ചെറിയൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അന്ന് ഞാനും ലിബിനെ ബേക്കി വെച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. അതായത് അന്ന് ഞങ്ങൾ 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അത് നാട്ടുകാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊക്കെ ചില സമയത്ത് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഗൈസ് നോക്കൂ, അപ്പം അലക്സേട്ടൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലക്സേട്ടന് ഇവിടുത്തെ അദ്ദേഹത്തിന് പിന്നെ ജോലിയുണ്ട് ഇന്ന് നാളെയൊക്കെ. അപ്പോൾ അത്ര ദിവസം ഞങ്ങളവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാണാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്ന അലക്സേട്ടൻ്റെ അടുത്താണ്. വണ്ടി സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ ലിപി? സർവീസ് ചെയ്തതിന് 5 പൈസ പോലും അവർ മേടിച്ചില്ല. ആകെ നമ്മൾ 6000 രൂപയുടെ മറ്റേ ഓയില് അത് അൽസേട്ടനാണ് കൊടുത്തത്. എന്ത് ചെയ്ത് അൽസേട്ടൻ വാങ്ങുന്നില്ല പൈസ. അതെ, ബാക്കി എല്ലാ സാധനവും വർക്ക്ഷോപ്പുകാർ പണിയെടുത്തെല്ലാം വർക്ക്ഷോപ്പുകാർ ഫ്രീ ആയിട്ട് പോകും. യെസ് ഗൈസ്, ഇവിടെ നമ്മുടെ നാട്ടിൽ ATM നിന്നും പൈസ എടുക്കാൻ പറ്റില്ല. അപ്പം അലക്സേട്ടൻ ഞങ്ങൾക്ക് 40,000 രൂപ വന്നു. നാട്ടിൽ ഒരാൾക്ക് 40,000 രൂപ എടുത്തു. ഇവിടെ 40,000 രൂപ വന്നു. നമ്മുടെ നാട്ടിലെ പൈസയ്ക്കാണ് ഒരു അല്പം മൂല്യം കൂടുതൽ. ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മൂല്യം കുറവാണ്. നാട്ടിൽ 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 49,000 രൂപ കിട്ടും. 40,900 ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. കഴുകി വൃത്തിയാക്കിയ വണ്ടിയാണ്. വണ്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു കേസ് വിട്ടുപോയി. നമ്മൾ RTO എന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ RTO ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞത്. ആ പുള്ളിക്കാരനാണ് നമ്മളെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ RTO ഉദ്യോഗസ്ഥൻ സംസാരിച്ചിട്ടാണ് പൈസ അത് വേണ്ടാത്ത പോലെ ഇറക്കി. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി ഇവിടെ കിടപ്പുണ്ട്. രാവിലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒഴിക്കുന്ന സാധനം തീർന്നായിരുന്നു. 800 രൂപ. ഒറ്റ ഒരു 1000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും 800 രൂപയാണ് ഗ്ലാസ്സിൽ ഒഴിക്കുന്ന ആ ഒരു ആൻറ്റി ഫ്രീസ് സാധനത്തിന്. അതെന്തായാലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേറെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇത് ഈ കാണുന്നതാണ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഉൾവശത്തോട്ട് കയറാം. അതായത് ചെറിയ രീതിയിൽ മഞ്ഞും സംഭവമൊക്കെ പെയ്യുന്നുണ്ട്. ഇങ്ങോട്ടും ഗ്രാമങ്ങളാണ്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടും ഗ്രാമങ്ങളാണ്. എല്ലാം തടി കൊണ്ടുള്ള ആ ഗ്രാമങ്ങളും സംവിധാനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് തടി കൊണ്ടുള്ള വീടുകളും പിന്നെ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണ്. നമ്മൾ പോകുന്ന വഴി കണ്ടമാനം കാണാൻ പറ്റും. ഇത് ഈ കാണുന്ന റോട്ടിൽ കൂടിയാണ് നമുക്ക് നേരെ പോകേണ്ടത്, നോൺ ടോൾ റോഡ്. അത് ഇതേപോലെ ഇഷ്ടംപോലെ ട്രാഫിക് ലൈറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് ടൗണുകളും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമാണ്. ഞങ്ങൾ മനഃപൂർവ്വമാണ് ഈ കാണുന്ന ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തത്. അല്ലേടാ ലിവിനെ? നമുക്ക് വേണമെങ്കിൽ ടോൾ റോഡിൽ പോകാം. ടോൾ റോഡ് ഈ റോഡ് ഏകദേശം ഒന്ന് പോലെ. ഈ റോഡാണ് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്.
നിനക്കോ? എനിക്ക് ഇത് തന്നെ ഇഷ്ടപ്പെട്ടത്. 1949 എന്തോ ഒരു സംഭവമുണ്ട്, എന്നാന്ന് അറിയത്തില്ല. ഇത് പുണ്യാളനാണോ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് അറിയത്തില്ല ഈ സംഭവങ്ങൾ. കാരണം വെച്ചാൽ നമ്മുടെ രീതിയും ഇവരുടെ രീതിയും നമ്മൾ വ്യത്യാസമുണ്ട്. ഇതുണ്ടോ തോന്നുന്നത്, ഉറപ്പില്ല, എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ രീതിയും ഈ റഷ്യൻ ഓർത്തഡോക്സിൻ്റെ രീതിയും വളരെ വ്യത്യാസമാണ്. അപ്പം നമുക്ക് നേരെ പള്ളി കാണാം. ഇതൊരു ഗ്രാമ വഴിയാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വില്ലേജുകളും സാധാ വീടുകളും സംവിധാനങ്ങളൊക്കെ ഈ തൊട്ടടുത്തുണ്ട്. നമുക്ക് ആദ്യം പള്ളി കയറിയതിന് ശേഷം തൊട്ടപ്പുറത്തെ എല്ലാം ഏതാണ്ട് ഇന്നൊരു ഗ്രാമം നമുക്ക് കാണണം. പിന്നെ തണുപ്പായി പോയി ഇന്നത്തെ ദിവസമല്ലേ. പിന്നെ അതേപോലെ ഇന്നത്തെ ദിവസം നമുക്കൊരു കിടിലൻ ഒരു വില്ലേജ് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണണം. ആദ്യം നമ്മൾ ഈ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് കയറുവാണ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നും അറിയത്തില്ല, ഇവരുടെ രീതികൾ എങ്ങനെയൊന്നും അറിയത്തില്ല. ഒരു മനുഷ്യക്കുഞ്ഞില്ല, ഇത് പള്ളി മേടയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ മലയാളി അച്ഛനുണ്ടെന്ന് തോന്നുന്നത്. നല്ല കടുക് പൊട്ടിച്ചെന്നെ മണം വരും. കൈസ് ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഇല്ലല്ലോ ഇവനെ. ഇല്ല കൈസ് ഇതൊരു യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ രീതിയും ഇവരുടെ രീതിയും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ഓർത്തഡോക്സ് ആളുകളുടെ രീതി ഇവരുടെ രീതി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതുണ്ടോ, ഇതൊക്കെയാണ് ആ പള്ളിയുടെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതെന്താ സംഭവം? ഇതിൻ്റെ പള്ളിയുടെ അടുത്ത് തന്നെ കേട്ടോ സിമിത്തേരി. ലിബി അടുത്ത് തന്നെയല്ലേ? നോക്കണേ, തെന്നുന്നുണ്ട്. ആണോ? ആരാധന ഉണ്ടോ അതിൻ്റെ അകത്ത്? അതിൻ്റെ അകത്ത് എന്തോ ആരാധന ഉണ്ട് കേട്ടോ. ഇതെന്താടാ? നോക്കാലോ. കടയാണോ? നീ നോക്കിയിട്ട് വന്നേ. എന്താ അത്? പള്ളി മുറിയാവാ? അച്ഛൻ്റെ റൂം കണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ റൂം അങ്ങനെ എന്തെങ്കിലും കേട്ടോ. ഇവിടെ എന്തോ ആരാധനക്രമങ്ങളുണ്ട് കേട്ടോ. പ്രാർത്ഥന നടക്കുക. ഇത് സിമിത്തേരി കേട്ടോ. അതെ, ഇത് സിമിത്തേരികളായി കാണുന്നത്. ഇതിൻ്റെ അകത്ത് എന്തോ ആരാധനയും പരിപാടിയാട്ടോ. ഇതെന്നെ സംഭവം? എങ്ങനെയാടാ കേറുന്നേ? ചുറ്റും ഫുൾ സിമിത്തേരി കേട്ടോ. ഇതെന്താ ഇത്? ശവക്കല്ലറ. ഗൈസ് നമ്മുടെ അവിടുത്തെ രീതിയിൽ എൻ്റയർലി ഡിഫറെൻറ്റ്. ഇതൊരു വില്ലേജിലെ ഗ്രാമമാണ്. എത്ര പേരല്ലേ മരിച്ചേക്കുന്നത്? ഇത് നോക്കി. ഓ ദൈവമേ, ഇത് വേറൊരു രീതിയാട്ടോ. ഞങ്ങളിതിൽ നടക്കുമോ ഇങ്ങനെ? ഇതിൻ്റെ എൻട്രി ഏത് വശമാണോ ഇവനെ? വെണ്ടിയില്ല, പൂട്ടിയാക്കുവനെ. പള്ളി പൂട്ടിയാക്കുക. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടാണ്. ഇല്ല, അതിൻ്റെ ഉള്ളി ഞാനിപ്പോൾ നോക്കി. ഉള്ളി പൂട്ടിയാക്കും. അത് നമ്മൾ തുറക്കാൻ ശ്രമിക്കണമല്ലോ ഇവനെ. ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇതെന്താ പള്ളിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ കല്ലറ വരുമോ? ഇത്ര പേര് മരിച്ചിട്ടുണ്ടോ ഇവിടെ? അല്ല, ഒരു പള്ളിയോട് ചേർന്ന് തൊട്ടടുത്ത് ഇത്ര കല്ലറകൾ വരുമോ? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കാണുന്നത്. ഞാൻ നോക്കട്ടെ പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന്. ദൈവമേ. ലിബി, ഇതെന്നാണ്? ഇത് കുടുംബക്കല്ലറ പോലെ സംഭവം കേട്ടോ. ഒന്നിനകത്ത് 3 പേരെ 4 പേരെ അടക്കിയിട്ടുണ്ട്. ഇവിടെ ഒച്ച വിഷയം കേട്ടോ. ഓവർ ഒച്ച സംസാരിക്കാൻ പറ്റൂല. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അതിൻ്റെ എന്തോ പ്രാർത്ഥനയും സംഭവങ്ങളൊക്കെ നടപ്പുണ്ട്. ഇതിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഇപ്പം കൂടുതൽ പള്ളി ഗ്രാമങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇതും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിവിടെ മാതാവിൻ്റെ ഒക്കെ രൂപവും സംവിധാനമൊക്കെ വെച്ചിട്ട് ഞാനേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇത് വീൽ ചെയറുള്ള ആൾക്കാർക്ക് പള്ളിയിൽ കയറാനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. നോക്കട്ടെ കേട്ടോ. ഇല്ല, അത് പ്രാർത്ഥനയുണ്ട്. ഇതാണ് പള്ളി. ദൈവമേ, പേടിയാവുന്നു. കയറി നിൽക്കുന്നു. ചെരുപ്പ് ആരും ഇവിടെ കണ്ടിട്ടില്ല. കയറി
ഫ്രണ്ട് പോ. ഫ്രണ്ടിലോട്ട് പോകാൻ. Никто не возьмет. എവിടെയാണല്ലേ ഇവനെ? ഒരു പിടിയും കിട്ടുന്നില്ല. നിനക്കോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പള്ളി വരുന്നത്. പോവാ പോവാ. Индия. Я уже поняла, не убегайте. I'm not русский. Не помолитесь. Не помолитесь. Куда убежите-то? Уходите по праву. Пофотографируйте. Походите. Да. ഓക്കെ. എൻ്റെ അമ്മ പേടിച്ചു കേട്ടോ. ഞാനൊരു നിമിഷം നേരത്തേക്ക് എൻ്റെ അമ്മച്ചി പേടിച്ചു പോയി. ഇവനെന്ത് ചെയ്യും? വാടാ. ഇവിടെ മറ്റേ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. കുരിശ് സാധനമൊക്കെ വാങ്ങാൻ കിട്ടും. കുരിശൊക്കെ വാങ്ങാൻ കിട്ടും. എന്ത് എൻ്റെ ഉള്ളിലുണ്ട്. ആണോ? ഞാൻ നോക്കിയിട്ട് വരട്ടെ. വലുതുണ്ട്. ആ പൈസ നോക്കിയിട്ട് വന്നു. പൈസ എടുത്താൽ പോരെ. ഒരു നിമിഷം നേരത്തേക്ക് എനിക്കൊരു പിടുത്തം കിട്ടില്ല കേട്ടോ. എന്താ അവിടെ സംഭവം? അവിടെ കയറിയതൊരു പേടി പോലെ. എൻ്റെ അമ്മോ, കുറച്ച് അമ്മച്ചിമാർ മാത്രമേ ഉള്ളൂ. അച്ഛന്മാരുണ്ടോ അവിടെ? എന്തോ ആരാധന നടക്കണം. എന്താ ആരാധന എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഞാൻ പേടിച്ചു പോയി ഞാൻ. കാരണം നമ്മൾ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, നമ്മുടെയൊക്കെ ആളുകൾ ഓപ്പൺ ആയിട്ടുള്ള കുർബാനയല്ലേ. അതെ. ഇതെന്ന് വെച്ചാൽ അച്ഛന് ഒരടയ്ക്ക് വാതിലടയ്ക്കാൻ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കുർബാനയൊക്കെ. പേടിച്ചു പോയി ഗൈസ്. ഞങ്ങൾ ഫൈനലി പുറത്തിറങ്ങി. ഓ എൻ്റെ അമ്മോ. ഇനി ഇവിടെയാണോ അവനെ അതല്ല സാധനം കിട്ടുന്നത്? അത് നമുക്ക് പോകുന്നൊരു കാലക്സാറിൻ്റെ അടുത്ത് മേടിക്കാം. ബാ. ഞങ്ങൾ പള്ളിയിൽ നേർച്ച കിട്ടു. ഒരു പ്യുവറായിട്ടുള്ള റൂസ്കി കേട്ടോ സംസാരിക്കുന്നത്. പെട്ടുപോയി ഞങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി കേട്ടോ. ഫ്രണ്ടിലും പിടിച്ചു. പിന്നെ നമുക്ക് അപ്പുറത്തെ വശത്ത് ആ വീടുകളുടെ സൈഡിലേക്ക് ഒന്ന് പോടാ. എബിനെ, അതിനകത്ത് ഏറ്റവും വലിയതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു സംഭവം അറിയത്തില്ല. ഇവിടുത്തെ അമ്മച്ചി ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. മെഴുകുതിരിയും തന്നു. ഞങ്ങൾ മേടിച്ചു കേട്ടോ. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ വിഷയമായില്ലേ. ഏത് ഭാഷ നമുക്ക് മനസ്സിലാക്കും? നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാഷ അറിയില്ലല്ലോ. ഇനി അവർ വേറെ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഞാൻ ഒരു നിമിഷത്തേക്ക് എല്ലാം എടുത്ത് കാണിച്ചു. ഞാൻ വെച്ച് ഇനി അടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയത്തില്ല ഇങ്ങനത്തെ കേസുകൾ. ഇത് DF-ൻ്റെ ഒക്കെ ട്രക്കുകളും സംഭവങ്ങളൊക്കെ വരുന്നു. ഞങ്ങളങ്ങ് കയറി ചെന്ന് കേട്ടോ. ഞങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. ഞങ്ങളങ്ങ് കയറി ചെന്നു. എന്ത് ധൈര്യത്തിലാണ് കയറി ചെന്ന്? സത്യം, ഒരു ഒച്ച കേട്ടിട്ട് കയറി ചെന്നത്. ഗൈസ്, ഇതൊക്കെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടാട്ടോ, ഈ വശത്തേക്കാണ്. ഇങ്ങോട്ടാണ് വേണ്ട, നമുക്ക് ഇങ്ങോട്ടല്ല വേണ്ട. ഇതാണേ ഞങ്ങളിവിടെ ഈ വില്ലേജ് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഈ ഒരു വില്ലേജിൻ്റെ ഭാഗങ്ങളെ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാമല്ലോ ഓർത്ത് വന്നതാണ്. ആദ്യം ഇനി ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ. ഈ പള്ളി ഉണ്ടല്ലോ ഗൈസ്, ഇതാണിപ്പോൾ നമ്മൾ കയറിയ പള്ളി. ഇത് ഈ ഒരു ഭാഗം, അതിൻ്റെ തൊട്ടപ്പുറത്തൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൊരു ഗ്രാമം ഗൈസ്. ഇതുണ്ടോ ഈ ഒരു ഭാഗങ്ങളിൽ മൊത്തം ഗ്രാമങ്ങളുടെ ബാക്ക് സൈഡ് ആട്ടോ. ഇതുണ്ടോ ഫുള്ള് മരങ്ങൾ കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രാമങ്ങളും ഗ്രാമ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ ഫുള്ള്. ഇതുള്ളല്ലോടാ.
അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സെറ്റപ്പ് കാണുന്നത്. മൽബറി ഇത് ഞങ്ങൾ മനഃപൂർവ്വം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു നല്ല ഹൈവേ വഴി പോകാഞ്ഞ് നമുക്ക് എന്താണ് ഗ്രാമങ്ങൾ ഇവരുടെ രീതി, നമ്മളെല്ലാ സ്ഥലത്തിലും ഡാറ്റ, അതായത് ഈ സംഭവം കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അറിവുകൾ സമ്പാദിക്കണം. ഇതേപോലെ ലോക്കൽ സംഭവങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട്, ആൾക്കാരുടെ സംസാരം നമുക്കിവിടെ ഭാഷ പഠിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ. കോൽക്കാലിറ്റർ, നെയ്യാത്തു, കൂത, പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ അറിയാം. എന്നല്ല ഞെട്ടലൊന്നും മാറുന്നില്ല. എൻ്റെ ലിവിൻ്റെ കിളി മാറിപ്പോയി. ഒന്നാമതേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഞാൻ ഓർത്ത് അവിടെ പാട്ട് വെച്ചാൽ പോയി അമ്മച്ചിയുടെ കറക്റ്റ് മുന്നിൽ കാണും കേട്ടത് 4-3-7 പേരും. ഫൈനലി നമുക്ക് എല്ലായിടത്തും യുവജനങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ വയസ്സ് എന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പം പള്ളികൾ യുവജനങ്ങൾ വളരെ കുറവല്ല. എല്ലാവരും പുറത്തല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടോ വെച്ചെന്നാണ്. ഇവരും അങ്ങനെയൊക്കെ തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ. ഒരുത്തിനോട് ഞാൻ രാവിലെ വൈപ്പർ അടിക്കാൻ പറഞ്ഞു. അവൻ അടിച്ചത് എൻ്റെ മെനു ബാറിൻ്റെ തൊട്ട് സൈഡിൽ തുറക്കാൻ എണ്ണ അടിച്ചേക്കാം വണ്ടിയില്ലേ. ഭയങ്കര തണുപ്പും ഭയങ്കര വിഷയമായിട്ടോ. അപ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ വലിയ തലവേദനയില്ല. ഇതാണ് നമ്മുടെ ഓയിൽ ഒഴിക്കുന്നത്. നല്ല മെഷീനാണ് കേട്ടോ. നല്ല മെഷീനാണ്. ഉണ്ടായിരി നമ്മൾ എന്നൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ആ സാധനം പോയിട്ടുണ്ട്. ഒരു ട്രിപ്പും കൂടെ ഒഴിക്കാനുള്ളതുണ്ടോ ഉണ്ടോ? അപ്പോൾ ആര് താത്തും അതിന് പറ്റൂല. ഞാൻ പറയാം പറ്റേ വേണ്ട ആയോ? എങ്ങനെ പോയാലും നമുക്ക് 4 ലിറ്റർ വേണം 6 മണിക്കൂറത്തേന് അല്ലേ? അതെ. ഇവിടെ എണ്ണയ്ക്ക് പൈസ കഴിയുമ്പോൾ രക്ഷപ്പെട്ടു. യൂറോപ്പിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? തണുപ്പ് കുറഞ്ഞിട്ട് പോയാൽ മതി അല്ലേ? വിസ ഉണ്ട്, 5 മാസത്തെ വിസയും കൂടെ ഉണ്ട്. അപ്പോൾ ആ വിസ കഴിയുന്നതോടെ വരെ നമുക്ക് നോക്കി നിൽക്കാം അല്ലേ? റഷ്യയുടെ ഗ്രാമങ്ങൾ വളരെ മനോഹരം കേട്ടോ. വേറൊരു രീതിയാണ് റഷ്യൻ ഗ്രാമങ്ങൾക്ക്. നമുക്കിനി പോകുന്ന വഴിക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. യാൻഡെക്സ് ഇട്ടു. ആദ്യമായി ബെൽറ്റ് ഇടുക. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 നമുക്ക് സേവിക്കാൻ വേണ്ടി പറ്റും. അല്ലടാ ലിപി, 600 കിലോമീറ്ററിന് 8 മണിക്കൂർ. മറ്റേതാകുമ്പോൾ 3 മണിക്കൂർ കുറയും. എക്സ്പ്രസ് വേ ആകുമ്പോൾ 3 മണിക്കൂർ വ്യത്യാസം. 3 മണിക്കൂറിൻ്റെ വ്യത്യാസം നമുക്ക് കിട്ടും. ഇന്ന് എത്ര ഒന്നും ഇല്ലല്ലോ. പോരെ രാവിലെ തന്നെ കഷ്ടപ്പെട്ട് തുടച്ച കേട്ടോ. പോയി കുളമായി തുറണ്ടായിരുന്നു. ഈ സാധനത്തിന് എത്ര രൂപ വിലയാണെന്നറിയാവോ? പോവാ. പക്ഷെ ഈ സാധനമൊക്കെ വേണം. എവിടെയാണെന്നറിയാവോ? ലഡാക്ക് പോലെയുള്ള ഭാഗങ്ങളിൽ ഈ സാധനം വേണം. എല്ലായിടവും ലഡാക്ക് പോലെയുള്ള ഭാഗങ്ങളല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട് ഇതിനെ, നമ്മളവിടെ പോകൂല. ഫൈനലി വണ്ടി എടുത്തു. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ആ വശത്തോട്ട് തിരിയുന്നുണ്ട്. അവിടെ ട്രക്കുകൾ വരുന്നതിൻ്റെ ഇപ്പുറം നമുക്ക് അപ്പുറത്തെ വശത്ത് കൊണ്ടുവിടാം. പോലീസുകാർ കണ്ടമാനമുണ്ട് കേട്ടോ. കണ്ടമാനം എന്ന് വെച്ചാൽ കണ്ടമാനം. അതുകൊണ്ട് ചെറുതായിട്ടൊന്നുമല്ല, വലുതായിട്ട്. അതെ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. തൊട്ട് ഫ്രണ്ടിൽ ഒരു റഷ്യൻ വണ്ടിയുണ്ട്. നേരത്തെ കണ്ട ഗ്രാമങ്ങളുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ ബേക്ക് ഭാഗമായിരുന്നു ആദ്യം കണ്ടത്. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗം എത്തിയല്ലേ ഇവനെ? അതായത് ഹൈവേ സൈഡിലെ ഉള്ള ഗ്രാമങ്ങളുടെ ഫ്രണ്ട് ഭാഗം. നമ്മൾ നേരത്തെ പോയി പിടിച്ചത് ബേക്ക് ഭാഗമാണ്. ഇങ്ങനെയുള്ള മരത്തേലുള്ള വീഡിയോ ആണ്. ചിലതൊക്കെ പിന്നെ ചൂടുകട്ട, ചിലതൊക്കെ മരങ്ങൾ. വേറൊരു കാര്യമുണ്ട് തന്നെ, ഈ മരങ്ങൾ എന്നാ സാധനം ആപ്പിൾത്തടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ. തണുപ്പിനെ പ്രതിരോധിക്കാനായിരിക്കും ഇവിടെ. പിന്നെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നിനക്കോ? എനിക്ക് അത് തന്നെയാ തോന്നുന്നത്. ഈ പുറത്ത് കാണുന്ന ഓറഞ്ച്, ആപ്പിൾ അങ്ങനെയുള്ള സാധനം ഇവിടെ വിന്റർ കഴിയുമ്പോൾ ഏറ്റവും ചീപ്പ്. ബ്ലാക്ക് സീ സൈഡാ അല്ല ഇവനെ, ഇത് അപ്പുറത്തെ സൈഡാ അല്ലടാ. ഇത് കണ്ടോ, ഇതേപോലെയുള്ള വഴികളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. 2 വരിയുള്ളൂ. അത് എക്സ്പ്രസ് വേ ചെന്നാൽ ഇവിടെ 2 വരിയെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. മോസ്കോയോട് ചേർന്ന് മാത്രമേ ഞങ്ങൾ വലിയ എന്താ പറയുക എന്ത് കണ്ടിരിക്കുന്നത്, അതായത് വലിയ റോഡുകൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ആകെയുള്ള ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സിഗ്നൽ ഉണ്ടാവും, മറ്റേത് സിഗ്നൽ ഉണ്ടാവില്ല. അതിലുള്ള വ്യത്യാസം. പിന്നെ പോകുന്ന പോലെ ഇരിക്കും. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുന്നതായിരിക്കും തടിക്കും എല്ലാത്തിനും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിൻ്റെ ലിവിനെ? എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ റോഡ് നല്ല ക്ലൈമറ്റ് ആണ്. എന്ന് നോക്കിയാൽ റോഡിന്റെ ഐസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതായത് വലിയ നനവില്ല. ചവിട്ടി പക്ഷേ ഇതുണ്ട് നോക്കണേ. ഇവിടെ ഓടിക്കാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലത്തെ ഇത് കണ്ടോ, സിഗ്നൽ കണ്ടോ? ഈ സിഗ്നൽ ശ്രദ്ധിക്കണോ. ആൾക്കാർക്ക് സീബ്ര ക്രോസിങ്ങിന് വേണ്ടി ചിലപ്പോൾ റെഡ് കത്തി കിടക്കും. അതായത് ഇവിടെ ആൾക്കാർ റോഡിൽ കാല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ പോകണം, അല്ലെ 2500 രൂപ ഫൈൻ അവിടുത്തെ. നോക്കിയോടെ ഈ സൈഡൊക്കെ ഫുൾ പഴയ രീതിയിലുള്ള ബിൽഡിങ്, പിന്നെ ഇതേപോലെയുള്ള വണ്ടി നന്നാക്കുന്ന സ്ഥലങ്ങൾ. ഞങ്ങൾക്കാണ് 2 ലൈറ്റ് മേടിക്കണം. ഇതുവരെ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റും. തായ്ലൻഡില് എതിരോ പോയ ഒരു ഫീലിംഗ് എന്നെ മനസ്സിൽ കൂടെ വരുന്നു. ഈ റോഡും ഈ സൈഡ് എല്ലാം കണ്ടു അല്ലേ? ചില ഭാഗങ്ങള് ഗൈസ് ഇത് കണ്ടോ, ഇതാണ് പെട്രോൾ പമ്പ്. വലിയ ആളും പേരൊന്നും ഇല്ല കേട്ടോ. റഷ്യ എത്ര വലുതാന്നുള്ളത് നിങ്ങൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വലുതും ലോകത്തിന്റെ 3-1 റഷ്യയിലാണ്. അതിനൊത്തുള്ള ജനസംഖ്യ ഈ ഭാഗത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കേട്ടോ. അതായത്
മോസ്കോ കഴിഞ്ഞിങ്ങ് വരാൻ നേരത്തെ അത് കറക്റ്റ് നമുക്ക് പുറത്തൊന്നും മനസ്സിലാവും. ജനങ്ങളെ ഒന്നും കാണാനില്ല. ഇനി തണുപ്പായതാണോ നമുക്ക് അറിയത്തില്ല. ജനം ഇല്ലടാ ലിവിനെ. ആണോ? വളരെ കുറവെന്ന് വെച്ചാൽ വളരെ വയസ്സായ അമ്മൂമ്മമാരൊക്കെയാണ് പള്ളിയിൽ തന്നെ. പള്ളി കയറിയപ്പോൾ തന്നെ അത് 5 പേര്. നമ്മുടെയൊക്കെ ഒരു പള്ളിയിലാണെങ്കിലും 500, 600, 400, 200, 150 ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, ജനസംഖ്യ ഇല്ല. ഗൈസ് വരുന്ന വഴിക്കാൻ വണ്ടി നിർത്തിയത് ഇത് കാണിക്കാൻ വേണ്ടിയാണ്. പട്ടാളക്കാരെ ക്ഷണിക്കുന്നതാണ്, അതായത് ഇങ്ങോട്ട് റൂസ്കികൾ. ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഭാഷകളാണ് എഴുതി വെച്ചാൽ, ടൗണിലാണെങ്കിൽ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളൊക്കെ ഉണ്ടാവും. നമുക്ക് ദൈവത്തെ ഓർത്ത് നിങ്ങളാരും വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ ആ ബോർഡ് കണ്ടു, അത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇന്ത്യക്കാരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള എന്തോ ധാരണയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ആ ബോർഡ് കണ്ടപ്പം കാണിച്ചാണ്. കൈസീതുണ്ടോ ഈ കാണുന്ന റോട്ടിൽ കൂടിയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. അപ്രോക്സിമേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കമൻറ്റ് കാണുന്നുണ്ട്. അതായത് ഏകദേശം നമുക്ക് 600 കിലോമീറ്ററാണ്. ഇന്ന് നമ്മൾ ഓടി എത്തത്തില്ല, കാരണം അങ്ങനെ ചവിട്ടിപ്പറിച്ച് ഓടിക്കാൻ പറ്റിയ റോഡല്ല. 2 വരിയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ട്രക്ക് ഓടണം, കാറ് ഓടണം, നമ്മുടെ വണ്ടി ഓടണം, മിനിമാൻ ഓടണം. അപ്പോൾ അതിനെല്ലാം കൂടി ഈ 2 വരിയേ ഉള്ളൂ. അതേപോലെയുള്ള റോഡുകളിൽ വണ്ടി നിർത്താൻ ഭയങ്കര പാടാട്ടോ. പടപടേന്ന ഹോണടി. അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലം കിട്ടിയത് ഇത് ഈ കാണുന്ന നോക്കിയ പഴയ ലാട. ഹാ എന്താ സാധനം, ലാടയല്ല കേട്ടോ, വേറെന്താ സാധനം കണ്ടോ. ഇതേപോലെ അടുത്ത പള്ളിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ വണ്ടി വലിയ പള്ളിയാണോ തോന്നുന്നത്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പള്ളിയൊക്കെ കാണുന്നത്. ഇതുകൊണ്ട് ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഇതേപോലെ നമ്മുടെ വീടിനടിച്ച പോലെ തന്നെ സെറ്റപ്പാട്ടോ. എല്ലാ ഷീറ്റും കൊണ്ടായിരുന്നു. എല്ലാ ഷീറ്റ് കൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടുത്തെ വീടുകളൊക്കെ. വണ്ടി ലോക്കല്ലേടാ? വണ്ടി ലോക്കാം. ഗൈസ് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഇവിടെ ഒരു തടാകമുണ്ട്. ആ തടാകം മൊത്തം ഫ്രീസാട്ടോ. എടാ നോക്കിയേ, ചെറിയൊരു കുളം കേട്ടോ. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഫുള്ള് ഇതേപോലെയുള്ള ഫ്രീസായിട്ട് കിടക്കും കേട്ടോ. നോക്കിയേ, ഫുൾ ഫ്രീസ്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് അടിക്കുന്നത്. ഗൈസ് ഇത് നോക്കിയേ, ഇവിടെ ഒരു വലിയ ഗോപുരം, അവിടെ ഒരു പള്ളി, അവിടെ വേറൊരു പള്ളി, 2 പള്ളി. 2 പേര് ഇതിൽ ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്രകാരം ഞങ്ങളും നടക്കുവാണ്. നമുക്കിന്നൊരു കിടിലം ഗ്രാമത്തിൽ കയറണം, അത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു. എങ്ങനെയും ഞങ്ങൾ കയറും. എല്ലായിടത്തും റഷ്യയുടെ ഫ്ലാഗാണ് കേട്ടോ. അവിടെ ഇതിനകത്ത് റഷ്യൻ ഡിഫൻസിലുള്ള ആൾക്കാരുടെ ആണ് പ്രത്യേകമായിട്ടുള്ള ഫ്ലാഗുള്ള. ഇതാട്ടോ ഉള്ളിൽ കയറുന്ന വഴി. നേരത്തെ പോയിട്ട് ഞങ്ങളെ പേടിച്ചു പോയി. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല കാറ്റാട്ടോ. താഴൊക്കെ നോക്കിയേ, പൂട്ടിയിട്ടൊക്കെ നോക്കിയാൽ പഴയ പഴക്കമുണ്ട് കേട്ടോ. നല്ല പഴക്കമാട്ടോ. നേരെ നമ്മുടെ ഉള്ളിലേക്ക് എത്തി. ഇത് വേറൊരു രീതിയാട്ടോ, നമ്മളൊന്നും കണ്ട രീതികളല്ല ഇവിടെ. ഇതേ ഒരു പള്ളി, അതേ ഒരു പള്ളി. ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതുണ്ട് അവിടെ ഒരു റഷ്യയുടെ ഫ്ലാഗ് കാണാം. ഈ പള്ളിയിലെ കുർബാന കഴിഞ്ഞ കേട്ടോ. ഈ പള്ളിയിലെ കുർബാന കഴിഞ്ഞ. ഇത് പൂട്ടിയെന്ന് തോന്നുന്നു. പൂട്ടി. വിസിറ്റേഴ്സ് ടൈം. ഇതൊക്കെ നമ്പർ ലോക്ക് ഇട്ട് പൂട്ടിയിടാം. ഇത് കണ്ടോ, എല്ലാം പൂട്ടി കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്പർ ലോക്കാ. ഇത് പൂട്ടിയതാ ഗൈസ്. ഇവിടെ ഒന്നും ആളും പേരും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നോക്കിയേ, ഫുള്ള് സൈലൻറ്റ്. ലിബിനെ ആ ഭാഗം നോക്കിയടാ, അത് നോക്കിയേ, തുറന്നാണെന്ന്. ഇല്ല ആ പള്ളി ഗൈസ് വേറെ രീതികളാണ് ഫുള്ള്. ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് പോലത്തെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇതെല്ലാം പൂട്ടിയിട്ടേക്കുക. ഇവിടെയൊക്കെ പൂട്ടിയിട്ടേക്കുക. ഇതുണ്ടോ റഷ്യയുടെ ഡിഫൻസിൻ്റെ പതാക. കാറ്റത്ത് പാർന്നു. എനിക്ക് തോന്നുന്നു അതെന്തോ ഡിഫൻസിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കും കേട്ടോ. അല്ലാതെ അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെയാണുള്ള സാധ്യതയാണ് കാണുന്നത്. ലിബി ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോട്ടെ. എന്താ അല്ലേ, പൂട്ടിയാക്കോ. ഇവിടുത്തെ കഴിഞ്ഞ അവനെ ലാസ്റ്റ് കുർബാന അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഞങ്ങൾ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ വില്ലേജ് ആട്ടോ. മനുഷ്യന്മാർ, ഒറ്റ മനുഷ്യന്മാർ. അവിടെ എന്തായിരിക്കും? അത് പള്ളിമാടെ ആയിരിക്കും. അല്ല, അതെടാ, അത് വേറെ മണിയൊക്കെ അടിക്കാനുള്ള സെറ്റപ്പ് വെച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ മേലത്തെ മണി നോക്കിയാടാ ലിബി. അത്രയല്ലേ, എത്ര മണിയാണെന്നറിയാമോ? എത്ര മണിയാന്ന് നോക്കിയേ. ഒരുമിച്ച് അടിക്കൊക്കെ അല്ലേ? അങ്ങനെ ആയിരിക്കാം, ഒരുമിച്ച് അടിക്കുന്ന സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ മഞ്ഞ് വരുന്ന സാധനങ്ങളാണ് തോന്നുന്നു. നമുക്ക് അടുത്തതൊരു ഗ്രാമമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഗ്രാമത്തിൽ കയറണം. ഇവിടെയൊക്കെ പല പല ഇത് കാണാം. എന്താണെന്നുള്ളത് നമുക്ക്, അത് റഷ്യൻ ഭാഷയാണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വർക്ക് ചെയ്യല.
VPN ഇടണം. VPN ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഇതുള്ള സ്ഥലത്ത് ജാമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. IP ഒക്കെ പെട്ടെന്ന് ഇവർക്ക് കിട്ടും. ഇങ്ങോട്ട് പോയാലോ? അതെന്നാ നമുക്കറിയത്തില്ല. അത് പള്ളിമേടയാണ്. എന്നാ ഭാഷ ചെന്ന് അച്ഛനോട് സംസാരിക്കും. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. ഏത് ഭാഷയെ പറയും? ഞങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളെ അനുഗ്രഹിക്കണം അച്ഛോ. അച്ഛൻ വല്ല ഇതും പറഞ്ഞ് പോലീസുകാരെ വിളിച്ച് നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ ഊരാനേ പാടായിരിക്കും കേട്ടോ. ഇവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ ഇവർ സംസാരിക്കുന്നേ ഇല്ല. നമുക്ക് നേരെ വിടാം, പോയേക്കാം. ലിബി കയറണമെങ്കിൽ 18-ാം പടി കയറുന്ന പോലെ കയറണം കേട്ടോ. കാരണം അവിടെ സ്റ്റെപ്പ് മുറച്ചും സാധനങ്ങൾ ഇരിക്കുക. തെന്നി കഴിഞ്ഞാൽ പണി കിട്ടും. ഒന്ന് തന്നെ വീണോ? എന്നാ തണുപ്പ്. അങ്ങോട്ട് നോക്കിയാൽ 2 ചേട്ടന്മാർ നമ്മുടെ വണ്ടി നോക്കിയിരിക്കുന്നത്. ഹായ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി അല്ല വരെ ഇതേപോലെ വഴി റോഡ് അങ്ങോട്ട് നോക്കി വീടുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്നത്. പച്ച നിറത്തിലുള്ള വീടിനെ പച്ച നിറമല്ല, എല്ലാ വീടുകളും പൊളിഞ്ഞു കിടക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് പഴയ വീടുകളാണ് എനിക്ക് തോന്നുന്നത്. പുതിയതേ മാറ്റി സിറ്റിയുടെ ഔട്ടറിലോട്ട് പണിയുന്നുണ്ടാവും. പക്ഷെ വലിയ ആളും തിരക്കും സംവിധാനമല്ല. കുറെ ട്രക്ക് കാണാം. ട്രക്ക് എനിക്ക് തോന്നിയ ട്രക്ക് മൊത്തം യൂറോപ്പ് ഭാഗത്തുകളോടൊക്കെ പോകുന്ന ട്രക്കുകളാണ് എനിക്ക് തോന്നുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് അങ്ങ് ഈ റൂട്ടാണല്ലോ സൈബീരിയ പോകുന്ന വഴിക്ക് കണ്ടോ എന്തൊക്കെയോ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ഇവനെ. ഇതെന്തോ കൃഷിയുടെ സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. അല്ല കറക്റ്റ് പറഞ്ഞു തന്നാനെ. കൃഷിക്കാണ് പിന്നെ കക്കൂസ് ഉപയോഗിക്കുന്നത്. കക്കൂസ് തൊട്ട് എല്ലാ സാധനവും ഉണ്ട്. അല്ലടാ ഇതെന്തോ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലം. ഇതുണ്ടോ നോക്കിയേ. എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കൃഷി സംബന്ധമല്ലേ. നമ്മുടെ ആശാരിമാരില്ലേ, അതേപോലത്തെ എന്തോ സെറ്റപ്പ് അത്. ബാത്റൂം, റെഡിമെയ്ഡ് ബാത്റൂം, ലിബി പറഞ്ഞ പോലെ അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ആട്ടോ. പോകുന്ന വഴിക്ക് പല പല സംഭവങ്ങളുണ്ടോ. ഇതുണ്ടോ എനിക്കൊന്ന് പഴയ ഇവരെ എയർ ഡിഫൻസ് സംവിധാനങ്ങളും സംഭവങ്ങളൊക്കെ തോന്നുന്നു. അവിടെ താഴെ 1941 മാത്രം മനസ്സിലാകുന്ന ഭാഷ. എനിക്ക് തോന്നുന്നു 2ാം ലോക യുദ്ധം അങ്ങനെ കണ്ടാന്ന് എനിക്ക് തോന്നുന്നത് ആയിരിക്കും കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ റൂട്ടിൽ വന്നിരുന്നത് ഭയങ്കര മിസ്സിങ് ആണ്. ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടോ നിങ്ങൾ നോക്കിയേ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ചെറിയ ബസ്സുകൾ വന്നിട്ട് ആൾക്കാരെ എടുക്കട്ടെ. ഇതൊക്കെ തരിശ സ്ഥലങ്ങളാണ്. ഒരു പുഴ കിടക്കുന്ന നോക്കിയേ. പകുതി ഐസ് അല്ല. എന്റെ ഇത് വെച്ചിട്ടാണെങ്കിലും വിന്റർ കഴിയാനായി. അതാണ് ഫ്രീസിങ് പോകുന്നത്. ആയിരിക്കും കൂടാ. നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കൂടെ ആട്ടോ പോകുന്നത്. ആ പാലത്തിൻ്റെ സൈഡിൽ കാണുന്ന ഒരു പുഴയാട്ടോ. എന്നാ വലിയ ഐസാട്ടോ. പകുതി ഐസും പകുതി ഐസല്ല. പകുതി ഐസാണെന്ന് വെച്ചാൽ പകുതി ഐസാണ്. ഈ കാണുന്ന ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലെ കാഴ്ച കേട്ടോ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ. ആകെ 2 വരിയേ ഉള്ളൂ. എല്ലാ വണ്ടി ഇതിൻ്റെ അകത്തോടെ വേണം ഓടാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവിടുത്തെ ഒരു 6-8 വരിയൊന്നും ഇല്ല കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. कोई तो है खुदा जिसकी दुआ से हो तुम मेरे दिल में सदा. कोई तो है खुदा जिसकी रज़ा से हो तुम मेरे जीने की वजह. ढूंढा था अब तक बस 2 पल का चैन. तुम्हारे आने से है बेहद सुकून. चाहत हुई है तुमसे यूं बेइंतहा. बस है तुम्हारा ही हर वक्त जुनून. ഗൈസ് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നല്ലേ ഇവനെ. യെസ് നമ്മൾ തിരിച്ചു എടാ മഞ്ഞിൻ്റെ അകത്ത് വണ്ടി ഇറക്കുന്നതാടാ. നമുക്ക് വണ്ടി ഇറക്കണം. നമുക്ക് ഇവിടെ സൈഡിൽ നിൽക്കാം. നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. ഈ വണ്ടിക്കൊന്നും വെയിറ്റ് ഇല്ല. നമ്മൾ ഏത് വഴിയാ ഓടിക്കണ്ടേ? വെള്ളത്തിൽ ഇറക്കണ്ടേ ഇവനെ? ഇവിടെ വെക്ക്. അല്ല ഇറക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കാലോ. അല്ല ഇറക്കണ്ടേ? എന്താണ് സംഭവം? നടന്നു പോവാ. ഓക്കെ ഗൈസ് ഞങ്ങൾ വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞിൽ ഓടിച്ച് മീനെ പിടിക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ടൂറിസ്റ്റ് പരിപാടിയാണ് ഇത്. ഇന്ത്യയിലാണോ ലോക്ക്? ഇന്ത്യയിലാണോ ലോക്ക്? എൻ്റെ അടുത്താ. ഞങ്ങൾ പോയതാട്ടോ. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ ഈ സംഭവം കണ്ടതാണ്. ഓ വാട്ട് ഈസ് ദിസ്? അറിഞ്ഞോന്ന് നോക്കിയേ ഗൈസ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അതെ കണ്ടമാനം വണ്ടികളുണ്ട്. അതെ എന്തോരം വണ്ടികൾ കിടക്കണമെന്ന് നോക്കിയേ. എന്തോ മഞ്ഞി പരിപാടിയാട്ടോ. വണ്ടി അടഞ്ഞാണോടാ? എൻ്റെ സൈഡ് അടഞ്ഞു. എൻ്റെ കൂടെ ഒന്ന് നോക്കടാ രവി. ഗൈസ് നോക്കി. ഇതൊക്കെ എന്തോ വണ്ടി കെട്ടി വലിച്ചു വരുന്ന സാധനമൊക്കെയാണെന്ന് തോന്നുന്നു. ബോട്ടും അതുള്ള പരിപാടിയാണ്. ഇതിലെ വണ്ടി ഇറങ്ങും കേട്ടോ. നമ്മളെ വണ്ടി വേണേൽ ഇറക്കാം. രവി പറഞ്ഞ് ഇറക്കണ്ടെന്ന്. അതുകൊണ്ട് ഇറക്കിയില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. വെള്ളത്തിലെങ്ങാനും മുങ്ങിപ്പോയി കഴിഞ്ഞാൽ തട്ടിപ്പോവും കേട്ടോ. നമ്മൾ അത്ര ടെന്നേജുള്ള വണ്ടി കയറാൻ സാധ്യത ഉണ്ടാവൂലടാ. അത്ര ടെന്നേജുള്ള വണ്ടി കയറാൻ സാധ്യത ഉണ്ടാവില്ല. 4 ടൺ ഉണ്ട് വണ്ടി.
4 ടെന്നിന് മേളിലുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ 1 ടെന്നിന് താഴെയുള്ള വണ്ടികളാണ്. ഗൈസ് തലേ തുപ്പിയിട്ടോ കേട്ടോ. നമുക്ക് ഓടാം. ഒരു സ്ഥലമുണ്ട്, കാനഡയിൽ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്തൂടെ കയറ്റി ഒരു തിരിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് പൊട്ടുവോ? ഇത് വന്ന് കയറിയാക്കുന്ന ഒരു ഇതിലേക്കാട്ടോ. തെന്നുന്നുണ്ട് കേട്ടോ. ആ വന്ന് കയറിയാക്കുന്നത് പൊയ്ക്കട്ടെ ഇവനെ. ഓടിപ്പോയിക്കേ, നേരെ ഓടിയിട്ട് കാല് വെച്ചാൽ മതി. ഗൈസ് വന്ന് കയറിയാക്കുന്ന ഒരു പുഴയിലേക്കാട്ടോ. എടാ ഇത് പുഴയാടാ. ഇത് ഫ്രീസൺ ലേക്ക്. അത് ഫ്രീസൺ ലേക്ക്. അത് ഫ്രീസ്ഡ് ആയിട്ടുള്ള ലേക്കാണ്. വാവ്, ഇത് നൈസാട്ടോ. ഇത് കൊള്ളാം, ഇത് അടിപൊളി. ഇത് എന്തൊക്കെ സാധനമൊക്കെ ആയിട്ട് ഇവിടെയുള്ള തദ്ദേശീയരായ ആളുകൾ വന്നിരിക്കുകയാണ്. ഇത് അങ്ങ് വരെ നടക്കാനുണ്ട് കേട്ടോ. അവിടെ ഇതിലെ നമ്മുടെ വണ്ടി ഇത് ശ്രദ്ധിച്ച് ഓടിക്കണല്ലോ ഇവനെ. ഇതൊക്കെ കുഴിയാ, ഇതിലേ പോവാം. നീ ഇതിലേ വരുന്നേ? ഞാൻ ഇതിലേക്ക് വരാൻ നോക്കട്ടെ. ഗൈസ് ഇതിലേ നടന്നു വരാൻ പാടാ കേട്ടോ. ഉയ്യോ, ഇതിലേ പോകൂടാ. ഇത് മൂക്കും കുത്തി താഴെ കിടക്കുമെന്നാ തോന്നുന്ന കണ്ടിട്ട്. ലിബിനെ, ഇവിടെ ആൾക്കാർ എന്താ ചെയ്യുന്നേ? അത് നോക്കാനാണല്ലോ നമ്മളും വന്നത്. ഇതിലേ നടക്കടാ ലിബി. വലിയ റിസ്ക് ഇല്ലാത്ത ഭാഗം ഇതാ. ലിബി അങ്ങോട്ട് വരാം. എടോ നോക്കണേ. ഇല്ല കേട്ടോ, അതെ ഇല്ല, പൊട്ടൂല, പേടിക്കണ്ട. നല്ല കട്ടിയിലാണ് കിടക്കുന്നത്. പൊട്ടത്തില്ലടാ. ഇല്ല പൊട്ടത്തില്ല, ഞാൻ ചവിട്ടി നോക്കി. ഇതിലെയാണ് നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ഈ വഴിയിലുള്ള അൽക്കുലത്ത് എന്ത് കണ്ടാലും നിർത്തൂലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുവാണ്. ഞങ്ങൾ എന്തൊക്കെയോ കണ്ടു. എന്തോ ഡ്രില്ല് ചെയ്യുന്നു, മീൻ പിടിക്കുന്ന സംവിധാനമൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ആ ദിശയിലേക്ക് ഫുള്ള് ലാടയും സംവിധാനങ്ങളൊക്കെ ആട്ടോ. നടക്കുക കേട്ടോ. നടക്കട്ടെ. ഞങ്ങൾ കുറച്ച് നടക്കട്ടെ കേട്ടോ. നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ പണി പാളാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിയ വണ്ടി കയറുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതേപോലെയുള്ള ക്രിക്കർ എന്നുള്ള സ്ഥലത്ത് വേണം നമുക്ക് നടക്കാൻ വേണ്ടി. ഇവിടുന്ന് എങ്ങോട്ടാണ് പോകണ്ടേ? ഒരു പിടിയില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ദൂരം നമ്മൾ നടന്നു വന്നു. എന്തോരം ട്രക്കുകളാണ് ഇവന് സെൻറ്റ് പീറ്റേഴ്സ് ഭാഗങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ മറ്റേ റോഡിൽ കയറിയിട്ട് വണ്ടിയില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പുറത്തോട് നല്ല വണ്ടി ഉണ്ടായിരുന്നു. അത് ടോള് കൊടുക്കണ്ടോണ്ടേ ആൾക്കാർ വലുതായിട്ട് പോകുന്നില്ലെന്ന് തോന്നുന്നു. എവിടെ പോയി? ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഈ മഞ്ഞത്തെ ടൗണുകളിൽ ഓടുന്ന വണ്ടിയുടെ ഗതി കേട്ടോ. പാച്ച് കണ്ടോ? ഈ ഉപ്പിടുന്നോണ്ടേ വണ്ടി കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല. വണ്ടി സ്ഥലം ഇടാൻ ഇല്ലാണ്ട് ഇവിടെ അങ്ങനെ ഇട്ടിട്ട് പോയതാണോ? എടാ ഇവന് ഇത് നോക്കടാ, പാച്ച് കയറിയിട്ട് വണ്ടി. അത് ഉപ്പിൻ്റെ ഇത് കാരണം അവനെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വണ്ടിയൊക്കെ എപ്പോഴും അടിച്ച് കഴിയണം കേട്ടോ. വെറുതെ അല്ല ഇവർ വണ്ടിയൊന്നും ഓവർ വെക്കാതെ കൊടുക്കുന്നത്. ഇത് പിന്നെ ഇവിടെ ഇതിൻ്റെ ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ, ലാഡ ക്ലബ്ബ്. ഇതിൻ്റെ ഇഷ്ടം പോലെ വണ്ടികൾ. ഇതൊക്കെ എന്തൊക്കെയോ പിടുത്തം കിട്ടുന്നില്ല. ഞാൻ അവിടെ എവിടെയോ കണ്ടു കുറേ ആളുകളെ. ഇതെങ്ങോട്ടാണ് പോകണ്ടേ? മണ്ടത്തരമായോ? ലൈറ്റായിട്ടുള്ള സ്ഥലം കണ്ടോ? ഇതേപോലത്തെ ഇതിൻ്റെ അടി വെള്ളം കേട്ടോ. എല്ലാവരും അവിടെയാ. അവിടെയല്ലല്ലോ, ഇതിൻ്റെ അപ്പുറമല്ലേ? ഇതാ ആൾക്കാർ നിൽക്കുന്നു. എവിടെ? അതാ. നമുക്ക് ഇവിടെ പോയി നോക്കിയിട്ട് അങ്ങോട്ട് പോടാ. അവിടെ ആരും ഇല്ല. ഇത് മൂക്കും കുത്തി വീഴുന്നു ഉറപ്പാട്ടോ. അതാ ഇങ്ങനെയാ പോകുന്നത്. ഇതേ അയ്യോ പണി പാളി. നീ എങ്ങനെയാ? ഞാനിവിടെ നല്ല സേഫുള്ള സ്ഥലത്ത് കയറി. എടാ ഇത് പണി പാളിയടാ. അയ്യോ വീണ് കഴിഞ്ഞ് എണീക്കാനും പറ്റൂല, അതാണ് വേറൊരു വിഷയം. എടാ അപ്പുറത്തെ സൈഡാണ് ആൾക്കാർ. അവിടെ ഒരു പുള്ളിനെ ഞാൻ കണ്ടു. ഇതേവരെ ആൾക്കാർ ഇരിക്കുന്നു മൊത്തം. ഇതാ അങ്ങ് വരെ നടക്കണ്ടേ? ഇവിടെയോ? ഇവിടെ ഇങ്ങനത്തെ കാടായതുകൊണ്ട് ഒരു തേങ്ങയും മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെ ഒപ്പത്തിനാ പുല്ല് നിൽക്കുന്നത്. അവൻ പോകുന്ന പുറകെ ഞാനും പോവുക കേട്ടോ. ഈ മുട്ടുമുട്ട് പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെയാ പരിപാടി. അവിടെ പോകാൻ പറ്റൂല. അവിടെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കടാ. അവിടെ അപ്പുറത്തോട്ടും പോകാൻ പാടാ. ബാ ശ്രമിച്ചു നോക്കാം. ബാ തെന്നും കിട്ടുന്നില്ല. ബാടാ ഇവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ പോകാൻ പറ്റിയില്ലേലും തെന്നുവിനെ ഒരാളെ കണ്ടോ? അതല്ലേ അയാൾ തിരിച്ചും വന്നു. ഇയാളെന്താ ഇവിടെ? ഇതേ ഒരാൾ ഇവിടെ ഉണ്ട്. ഇതേ പോകുന്നു. അയാൾ തന്നെ സാധനം നോക്കിയാ പോലെ. സാധനം എന്നാ എബിനെ ഇയാളെ ഇവിടുന്ന് പിടിക്കാൻ വാ. കൈസ് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ചെരുപ്പിന് നല്ല ഗ്രിപ്പാ. എബിനെ ഇതിലെ അയാളുടെ അടുത്ത് സാധനം ഉണ്ടെന്ന് കണ്ട എന്താ പരിപാടി മനസ്സിലാവൂലേ? ഹായ് പണിപാളി, ഇങ്ങ് വാ. പണിപാളി ഗൈസ്. ദേ ഇത് പൊട്ടുന്നുണ്ടോ കേട്ടോ. നമ്മളിന്ന് ഇവിടെ അല്ല ഇവനെ റിസ്ക് ആടാ. ഇത് അറിയില്ലാതെ ഇറങ്ങില്ല കേട്ടോ.
ഇതിനകത്ത് പലതും പൊട്ടുന്നുണ്ട്. ഇട്ട് വെച്ചാക്കുന്നുണ്ടാവും, നമ്മളറിയാൻ കയറി ചവിട്ടുകയും ചെയ്യും. എടാ പൊട്ടുന്നുണ്ടോ ഉണ്ടല്ലേ? ദൈവം ഇതിൻ്റെ അകത്ത് താന്നു പോയി ചത്തുപോലെ അയാള് കണ്ടത്ര കാണിച്ചേ. നടക്കുന്നു. ഇതെന്താ ഓടിക്കുന്ന ബോട്ടെങ്ങാനും എന്ന് തോന്നുന്നു. ഓടിക്കുന്നല്ല, എന്നെ മീനെ പിടിക്കുന്ന സാധനമാണ്. ഓടിച്ചു പിടിക്കുക അയാളെ, ഓടിച്ചു പിടിക്കാം. ഇതിലെ സേഫാ. ആ പുള്ളിക്കാരനെ ലക്ഷ്യമിട്ട് പോവാട്ടോ. ഇതെന്തോ മീനെ പിടിക്കുന്ന പരിപാടിയാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കെട്ടുണ്ട്. പിന്നെ ഇത് വേറെ ആൾ വരുന്നുണ്ട് അവിടുന്ന്. അതിനകത്തൊന്നുമില്ല, ഇയാളെ പിടിച്ചോ. ഐസ് ഇതെന്നെ സാധനം എന്ന് മനസ്സിലായോ? ഇത് ഡ്രില്ല് ചെയ്യുന്ന സാധനം കേട്ടോ. അതായത് ഐസ് ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ ഇത് എടുക്കുന്ന ഫിഷിനെ പിടിക്കുന്ന പരിപാടി. അയാൾ ഓടുന്നു നമ്മളെ കാണുമ്പോൾ. മീനുകാരൻ നിന്ന് നമ്മൾ ചോദിച്ചാലോ ഓർത്താണ്. ഇവിടുത്തെ വലിയ ആക്ടിവിറ്റി ആട്ടോ ഇവിടുത്തെ. റഷ്യയിലെ ഈ പരിപാടി നമുക്കറിയത്തില്ല, നമുക്ക് വിടാം. പോവാ. പുള്ളിക്കാരൻ്റെ കാറിൽ സാധനങ്ങൾ കയറ്റുക. നമ്മളും നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. നമ്മൾ ഓവറവിടെ കയറുന്ന അത്ര ബുദ്ധിപരമായ നീക്കമല്ല. പുള്ളിയുടെ കാറൊക്കെ കയറ്റിയിടാ. കയറ്റി നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ. ഏതാ കാറ്? എന്നാ സാധനം എന്നുള്ളൊരു പിടുത്തം കിട്ടിയായിരുന്നല്ലേ. കിട്ടി കിട്ടി. ആ അതെ, ഡ്രില്ല് ചെയ്യുന്ന സാധനം. ഹായ്. ആ അത് തന്നെ, ഫിഷിങ്. മീനെ കിട്ടിയാ? ഫിഷ് ചെയ്യുന്ന സാധനം കേട്ടോ. ആ ഡ്രില്ല് ചെയ്ത് ഫിഷിനെ പിടിക്കുന്നു. ഫിഷ് യാ. ആ അതെ ഗൈസ്, എന്താ മോണിറ്ററും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷ് ഉണ്ടോ? ആ പുള്ളിക്ക് മീനെ കിട്ടി. ഓ ഫിഷ്, ജീവനുള്ള ഫിഷിനാ. ഇങ്ങനെ തണുത്ത ഫ്രീസായി ഇതിനകത്ത് ഫിഷിനെ കിട്ടി. അടി വെള്ളം ഉണ്ടോ അതിന്? യാ. ഓ, 2 കുഞ്ഞിനെ കിട്ടി, 2 വലിയനെയും കിട്ടി. ദിസ് ഏരിയ ഫിഷിംഗ് ഏരിയ. ഫിഷിംഗ് യാ. ഇത് വെച്ച് ഫിഷിനെ പിടിക്കുന്ന കേട്ടോ. ഞങ്ങൾ വണ്ടി തിരിച്ചു കേട്ടോ. അതിനകത്ത് പോയ പെടുവുള്ളവനെ. അതിന് പെടുവുള്ളൂ. കാറൊന്നും കയറ്റാൻ പറ്റൂല. ചെറിയ ഇതില്ല. വെറുതെ ചോദിച്ചാൽ ഇത് കയറ്റാൻ പറ്റുമോന്ന്. എന്നാ ഈ വണ്ടി പറ്റൂല, പറ്റൂല. ചവിട്ടും തെന്നി പോകുന്നില്ല, മനുഷ്യനെ നടക്കാൻ പറ്റില്ല പിന്നെ വണ്ടിക്ക്. ഞങ്ങൾ റൂട്ട് മാറി വന്നു. തൊട്ടപ്പുറത്ത് വേറൊരു സാധനം ഉണ്ട്. അത് രാവിലെ കയറ്റാൻ വേണ്ടി പറ്റും. അടേ പിന്നെ തൊട്ടപ്പുറത്ത് വേറെ സംഭവം ഉണ്ട്, അത് കാണിക്കാൻ പോകുമ്പോൾ. എന്നാ അത്? അതെന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വാടാ ഗൈസ്, പനി പിടിച്ചു കേട്ടോ. ലിബിയോട് എപ്പോഴും വായും പൊളിച്ച് നോക്കിയിരിക്കുക. വാടാ, ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് മറിച്ച് കൊണ്ടുപോകണം കേട്ടോ. അയ്യോ കിളി മാറിപ്പോയി കേട്ടോ. ചില സ്ഥലത്ത് പൊട്ടുന്നുണ്ട് ആ വിഷയം. എടാ ലിബിനെ, എടാ മൈക്കിലുള്ളപ്പം തുപ്പല്ലടാ. ചില സ്ഥലത്ത് പൊട്ടുന്നുണ്ടടാ. എന്നാ പൊട്ടുന്നേ? ആ ഐസ്. അത് കയറ്റാൻ പറ്റൂല. ഇയാൾ എങ്ങനെ പിടിച്ചടാ? ദൈവത്തിനറിയാം കേട്ടോ. റിക്കവറി ആവാൻ പോലും വരില്ല സ്ഥലം അത്. അല്ലേ, ഫ്രണ്ടിൽ ഒരെണ്ണം പാളിപ്പോയാൽ അടുത്തതിൽ പിടിച്ചോട്ടോ. അതെനിക്ക് അടുത്ത സ്ഥലം കിട്ടി. ഇവിടെയും ഇത് തന്നെ പരിപാടി. എടാ ഇത് എന്താണ് ഇവിടുത്തെ ഒരു വലിയ ഹോബിയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്കും തോന്നുന്നു അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവനെ എല്ലാവരും ഇറങ്ങും. ചിലപ്പോൾ അല്ല ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ തന്നെ വന്ന് പിടിക്കുന്നതാണോ? വയസ്സ് ഇവിടെ കണ്ടമാനം വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. നമ്മളിവിടെ വന്നു കേട്ടാ. നമ്മൾ നേരെ എൻ്റെ ഇറങ്ങി ചെന്നിട്ട് ഇത് എന്നെ സംഭവം എന്നുള്ള കണ്ടുപിടിക്കട്ടെ. മീമി. ഓ ഗായ്സ്, ഫൈനലി അങ്ങനെ നമ്മൾ ഈ ഐസിൻ്റെ അകത്ത് ഇറക്കി കേട്ടോ. വണ്ടി മഞ്ഞ് ചെത്തി കയറുന്ന നോക്കി. നമ്മൾ ഓൾട്ടർനേറ്റ് ടയർ ആയതുകൊണ്ട് കേട്ടോ രക്ഷപ്പെട്ടെ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലത്ത് നിൽക്കാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം. നിലത്ത് നിന്ന് കഴിഞ്ഞാൽ തെന്നും. ഇപ്പോൾ ഈ വെയിൽ തെളിഞ്ഞ് കാരണം രാവിലെയാണ് യാതൊരു വിഷയമില്ല. ഇവൻ തെന്നി പോയി കഴിഞ്ഞാൽ ഇവനെ അവിടെ കാട്ടി വണ്ടി കയറ്റി കേട്ടോ. ഒരു പുള്ളിക്കാരൻ അതാ മീനും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്ന സംഭവം നിങ്ങൾക്ക് പിടുത്തില്ല. വണ്ടി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ പാർക്ക് ചെയ്തു. ഒരു കാട്ടിക്കയറ്റി ഇട്ടു കേട്ടോ. അപ്പുറം ഞാൻ ലോക്കാടല്ലോ. ഇവനെ ലോക്കാണോ? ഇവിടുത്തെ എന്തോ ഹോബിയാന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ നേരെ ഈ ഹോബി എന്നാന്നുള്ളതൊന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ ആദ്യം. ഗൈസ് നോക്കി, ഇത് എന്തോരാന്നറിയാവോ ഇങ്ങനെ കിടക്കണ. ഇത് പുഴയാടാ. അത് ഉറപ്പല്ലേ ഇത് പുഴയാന്നുള്ളത്? പുഴയാന്നുള്ളത് ഉറപ്പല്ലേ ഗൈസ്? ഇത് പുഴയാട്ടോ. പുഴയുടെ നടുക്കാണ് ഇവരിത് ഇങ്ങനെ ഡ്രില്ല് ചെയ്യുന്നത്. ഡ്രില്ല് ചെയ്തിട്ടാണ് ഈ സാധനം പിടിക്കുന്നത്. സൈഡിലെങ്ങാനും നിന്നാ പോരായിരുന്നു, അത്ര ഇറങ്ങിയാൽ പോരായിരുന്നു. ഗൈസ് ഇതിലെ നടക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടി. തെന്നി വീഴുന്നത് മാത്രമല്ല, ഇത് കണ്ടോ, ഇതിൽ പല സ്ഥലത്തേ വെള്ളം കേട്ടോ. ഇതൊക്കെ വിണ്ട് കയറി നിൽക്കുക. അത്യാവശ്യം ഇവര് എനിക്ക് തോന്നുന്നത് കുഴിക്കാൻ പറ്റുന്നിടത്ത് കുഴിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലാതെ കുഴിക്കാൻ പറ്റത്തില്ല. ഇതേ പോകുന്നു വണ്ടികൾ എന്തോരെയാന്ന് നോക്കി. ഇവിടെ വലിയ സമയമൊന്നും ആയില്ല കേട്ടോ. അത്യാവശ്യം നല്ല സമയമായി. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു വില്ലേജിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗം ഇവിടെ ഒരു മീൻ പിടിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംവിധാനം. ലൈറ്റ് ഹൗസ് അല്ല, വാച്ച് ടവർ പോലത്തെ ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പൊട്ടുന്നുണ്ടോ?
പൊട്ടുന്നുണ്ട്. ഇതിലെ ആൾക്കാർ നടന്നു വരുന്നത് നോക്കടാ ലിവിനെ, അതിൻ്റെ ഭാഗമായിട്ട് പോവാം. ഇതിലെ നടന്നു പോയ ഒരു മനുഷ്യ കുഞ്ഞ് രക്ഷിക്കൂല കേട്ടോ. ഇതാണോടാ നടന്നു പോകുന്നത്. ഒരു ഗ്രിപ്പില്ല, അതാണൊരു വിഷയം. ഏതടുത്താണ് ഏറ്റവും അടുത്ത് എവിടെ എത്തുന്നത്? ഏറ്റവും അടുത്ത് അതാ മുന്നിലോട്ട് നടന്നു അല്ലേ? ആ, എന്തോരം ജനമെന്നറിയോ ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടി. നോക്കിയേ, ഇഷ്ടം പോലെ ആളുകളാണ്. ഇഷ്ടം പോലെ ആളുകൾ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ, ഒത്തിരി ആളുകൾ. ഒത്തിരി ആളുകൾ. ആ, ഒത്തിരി ആളുകളുണ്ട് കേട്ടോ പറഞ്ഞ പോലെ. അതാ അവിടെ പിടിച്ചാലോ. നമ്മൾ ആദ്യം ഇവിടെ നിന്നൊന്ന് തിരുദേവി വെക്കാം, എന്നിട്ട് ഏതാണ് ഏറ്റവും അടുത്തുള്ള ആളെന്ന് നോക്കാം കേട്ടോ. എല്ലായിടത്തും കുഴിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ സംഭവം നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നല്ല, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യമാണ് പാട്. ആ, ഇവിടെ രണ്ടുപേര് ഉണ്ട്. ലിവിനെ, ഇതാ നീ പറഞ്ഞ പോലെ ഇതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ആ വശത്തോട്ട് തന്നെ ആയിക്കോട്ടെ. സ്കീ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. സ്കീ. എടാ ചെവി മൂടിക്കോട്ടോ, നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കാറ്റ്. മൂടിയിട്ടുണ്ട് ഗൈസ്. എന്തോരം വണ്ടികളാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നാക്കണേന്ന് നോക്കിയേ. 1-2 വണ്ടിയാണോ എന്ന് നോക്കിയേ. എത്ര വണ്ടിയാടാ. ഒത്തിരി വണ്ടികളും വന്നിട്ടുണ്ട്, ഒത്തിരി ജനങ്ങളും വന്നിട്ടുണ്ട്. കിട്ടുന്ന എല്ലാവർക്കും മീനും കിട്ടുന്നുണ്ട്. അതെ, ഇവിടുത്തെ എന്തോ വലിയ, എനിക്ക് തോന്നുന്നു ഈ ലേക്കിൻ്റെ അടിയിൽ എത്രയോ സെൻറ്റിമീറ്റർ താഴെ മീൻ ഫ്രീസായിട്ട് കിടക്കുക. ഇവരിത് ഡ്രില്ല് ചെയ്തിട്ട് തീ കത്തിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങോട്ട് ഇത് വരും. അതാണ് സംഭവം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ മറ്റേ എണ്ണ ഒഴിച്ചിട്ട് ടൈൽസിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന പോലെ ഞങ്ങൾ നടക്കുന്നു. നോക്കിയേ, എണ്ണ ഒഴിച്ചിട്ട് ടൈൽസിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന പോലെ. നീയോ? ഇവിടെ എല്ലാം കുഴിയുണ്ട് തന്നെ കേട്ടോ. ഇവിടെ എല്ലാം കുഴിയുണ്ട്, നോക്കണം. അവിടെ ഇതൊക്കെ ഡ്രില്ല് ചെയ്താടാ കാണുന്നത്. ചിലപ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോഴേ മേലോട്ട് മീൻ പൊങ്ങി വരുമായിരിക്കും, അങ്ങനെ അടിച്ചെടുക്കുന്നതായിരിക്കും. ദേ ഇതൊക്കെ ഡ്രില്ല് ചെയ്ത ഭാഗങ്ങളാട്ടോ കാണുന്നത്. ആ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഭാഗം. ഇതടുത്ത് ഇപ്പോൾ എല്ലാ ഭാഗവും അടുത്തല്ലോ. പുള്ളി നടക്കുന്ന അതേ ഇതുണ്ടോ, ഇതേ ഡ്രില്ല് ചെയ്ത ഭാഗങ്ങൾ. പുള്ളിക്ക് മീനെ കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇതാ പോകുന്നു. ഐസ് ഇവിടെ ഇപ്പോൾ ഒരാൾ കുഴിച്ചിട്ട് പോയതുള്ളൂ കേട്ടോ. ഇതുണ്ടോ, ദേ അത്യാവശ്യം താഴ്ചയുണ്ട് കേട്ടോ. ഐസിന് അത്യാവശ്യം കട്ടിയുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു പുള്ളിക്കാരൻ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കുഴിയാടാ, ഫുള്ള് കുഴിയാവനെ. ഫുള്ള് കുഴിയാ. നടക്കൽ പാടാട്ടോ. ദൈവമേ, നടക്കാൻ ഭയങ്കര അസ്വസ്ഥതയാണ്. നമ്മൾ വീഴുവോ എന്നുള്ളൊരു പേടിയാട്ടോ. ഇതിങ്ങനെ പിച്ച് വെച്ചാണ് നമ്മൾ ഈ നടപ്പ്. എങ്ങനെയും അവിടെ വരെ ഒന്ന് പിടിക്കട്ടെ. ആ പുള്ളിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുള്ളിയുടെ അടുത്ത് എത്താൻ വലിയ ദൂരമില്ല കേട്ടോ. കസാരയൊക്കെ ഇട്ട ആൾക്കാർ ഇരിക്കുന്നത്. മെയിൻലി നമ്മളങ്ങനെ ആദ്യത്തെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നൊരു ഫിഷിങ് രീതിയാണ്. അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അറിയോ? ഇതുണ്ടോ, ഇങ്ങനെയാണ് നടക്കുന്നത്. ലിബിനെ, ഈ സ്ഥലത്തോട്ട് പോരാ കേട്ടോ. അങ്ങോട്ടല്ലേ? ഇവിടെ ഗ്രിപ്പുണ്ട്. ലിബി, കമാൺ. ഈ ഒരു സ്ഥലം അടിപൊളിയാ. ആ അപ്പാപ്പനെ കണ്ടിട്ട്, ലിബിനെ, ആ അപ്പാപ്പനെ കണ്ടിട്ടേ ഓക്കെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ നടപ്പ്, ലിബിനെ, നമ്മുടെ ഈ നടപ്പ് കാണുമ്പോൾ അവർക്കറിയാം നമുക്കിതൊന്നും അറിയില്ലാത്തവരാണ്. അയ്യോ എടാ, പുള്ളിയും പോവുകടാ, പുള്ളിക്കാരൻ പോവുക. വാ എത്തട്ടെ. പുള്ളിക്കാരൻ മീനെ കിട്ടി, വേഗം വരുവാണെങ്കിൽ കിട്ടും. ഏർക്കാ പുള്ളിക്കാരൻ കിട്ടിയെന്നേ അത് ഉറപ്പിക്കാന്നേ. ഗൈസ്, ഇവിടെ ഞങ്ങൾ ഒരാളുടെ അടുത്ത് എത്തി കേട്ടോ. പുള്ളി ഇവിടെ 2 കുഴി ഉണ്ടാക്കി. ഫിഷ് പുള്ളിക്ക് കിട്ടിയില്ല കേട്ടോ. ഇതാ കുഴിയുണ്ടോ? ഇത് ഇല്ല. പുള്ളി പാവം ആ സാധനം ഇട്ട് തിരിച്ചാട്ടോ ആക്കിയേ. അടുത്ത സ്ഥലത്തോട്ട് പോവാം. പുള്ളിക്കാരന് കിട്ടിയില്ല. പുള്ളിക്കാരനില്ല. അവിടെ ഒരു പുള്ളിക്കാരൻ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഞാൻ നോക്കട്ടെ. ഫുൾ ഇത് തന്നെ. ഇതാ സ്റ്റൂളൊക്കെ ഇട്ടൊരു പുള്ളി നിൽക്കുന്നു. അവിടെ ഒരു പുള്ളി ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതാ അവിടെ കണ്ടോ, ഡ്രില്ല് ചെയ്യുന്നത്. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. ഭാഗ്യം പോലെയാണെന്ന് തോന്നുന്നു. ഓരോരുത്തരൊക്കെ ഇതും വലിച്ചു പല സ്ഥലത്തോട്ടും പോകുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് പോയി നോക്കട്ടെ കേട്ടോ. ഈ അപ്പച്ചന് ഇത്ര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കിട്ടിയോ എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതേ ഇരിക്കുന്നു കുത്തി. ഇല്ലടാ. ഉണ്ടടാ, കിട്ടി. ഹലോ, ഹായ്. പുള്ളിക്ക് താല്പര്യമില്ല. പൊക്കോളെ. എടാ, പൊക്കോളെ. എന്തോ കിട്ടിയോടാ? കിട്ടി അല്ല, ചിലപ്പോഴേ ഈ മീനുകൾ മിണ്ടി കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ള ഒരു ഇതുണ്ടാവും. അതായിരിക്കും. കണ്ടമാനം അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇതങ്ങ് വരെ കിടക്കും. അതാ
ഇതിനെ ദേ അത് വെറുതെ വന്ന് പിടിക്കുന്നവരാ, ഇത് ഉറിച്ചിനെ വന്ന് പിടിക്കുന്നവരാ. അപ്പോൾ അവരുടെ അടുത്ത് പോവാം. നോക്കി അങ്ങോട്ടൊക്കെ നോക്കി എന്തോരം ആൾക്കാരാന്ന് ഗൈസ്. ഇത് അങ്ങോട്ട് പോകാനല്ലെന്ന്, തിരിച്ചു പോകാനാ പാട്. എന്ത് ദൂരത്തിലിപ്പം ഞങ്ങൾ വന്നാക്കണേന്നറിയാമോ? ഇവിടെ 2 പേര് പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെയല്ലേ ഇവരൊരു മെയിൻ ഹോബിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പ്രായമുള്ളവരെ പിടിക്കാൻ വേണ്ടി വരുന്നേ. അവരാണെങ്കിൽ മുൻകുഷി അവർക്ക് ദേഷ്യമാണ്. അതെ, മൂക്കിനാണ് ശുണ്ടി. ഇതേ ഓരോരുത്തർ ഓരോ രീതി വലിച്ചുകൊണ്ട് നടക്കുന്നു. ഇതുണ്ട് കുറേ പേര് ഇതാ വലിച്ചു നടക്കുന്നു. കുറേ പേരാണെങ്കിൽ ഇത് ഇങ്ങനെ എന്താ പറയുക കിട്ടിയിട്ട് പോകുന്നു. ഞങ്ങളിനി എവിടെ എത്തണമെന്നറിയാവോ? അവിടെ ചൂണ്ട ഇട്ടിട്ട് പോയവരും ഉണ്ടല്ലോ ഇവനെ. അവർ കിട്ടുമോ? വേറെ ആയാലും വന്ന് നമ്മളിപ്പോൾ ഇതിലേ പോവും. നമുക്ക് നേരെ അങ്ങ് പിടിക്കാം. ബാ, ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്തോട്ട് പോകാട്ടോ. കാല് കിഴച്ചു. പല സ്ഥലത്തും വെള്ളമായിട്ട് കിടക്കും. അതാണ് വേറൊരു പ്രശ്നം. ഇവിടെയൊക്കെ ഇട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പണി അറിയില്ലാത്തവരോടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോയാൽ തീർന്ന്. കാരണം കരിങ്കല്ല് പോലെ ആയിരിക്കും കിടക്കുന്നത്. ഇത് കണ്ടോ ഇട്ട് വെച്ചിട്ട് പോയേക്കുന്നത്. മൂടിയിട്ട് ഇങ്ങനെ ഓരോ ഹോള് വെച്ചിട്ട് പോയേക്കുക. ആകാംക്ഷയിൽ വന്ന് കയറിയതാട്ടോ ഈ കടൽ പോലത്തെ സ്ഥലത്തോട്ട്. തിരിച്ചു പോകണേൽ ഇനിയിപ്പം പൊട്ടി ഇവനെ അവിടെ പൊട്ടിയിട്ടാ. കുറേ പൊട്ടുന്നുണ്ട്, തങ്കൊന്ന് പടയുന്നുണ്ട് പൊട്ടുമ്പോൾ. ഗൈസ് തിരിച്ചു പോകണേൽ ഇപ്പം ദൈവത്തിനോട് ചോദിക്കണം. കാല് കിഴച്ചു നിൻ്റെ എടാ. എൻ്റെ കാലേ എന്നെ പേടി കൊണ്ട് എന്തോ ഒരു സാധനം പോലെ ആകുന്ന പോലെ, അടി കിടന്ന് വിറയ്ക്കുന്ന പോലെ. നമ്മൾ വന്നിട്ട് പുള്ളിക്കാരനൊന്നും കിട്ടിയില്ല കേട്ടോ. പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും നമ്മളിനി അടുത്ത് തന്നെ ഒന്നും കിട്ടൂല. നല്ലടാ. ആൾക്ക് മീൻ കിട്ടിയവനെ, ആൾക്ക് മീൻ കിട്ടി. ആണോ? പുള്ളി പാവാടാ. മറ്റേ പുള്ളിക്കാരനാ, കസാര ഇട്ടിരിക്കുന്ന പുള്ളിക്കാരനാ. വാ, പനിയും പിടിച്ചു അതിൻ്റെ ഇടയ്ക്ക്. ഇവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഇട്ടേക്കുവാട്ടോ. ഇതുണ്ടോ എല്ലായിടത്തും എന്നാലും കാണാം. ഇത് കണ്ടോ? പൊട്ടി എടോ, ഞാൻ ചവിട്ടി ഇവിടെ പൊട്ടി. അങ്ങോട്ട് വരില്ലേ? ഞാൻ ചവിട്ടി ഇവിടെ പൊട്ടി. ഞാൻ ചവിട്ടുന്നേരം മൊത്തം പൊട്ടുവാ. ദൈവം ഇതല്ലേ. നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. നമ്മുടെ നാട്ടിലെ റെനോൾട്ടിൻ്റെ ലോഗൺ അതാണ് ഒരു സാധനം കേട്ടോ. റെനോൾട്ടും മഹീന്ദ്രയും കൂടി ഇറക്കിയ എൻ്റെ എടാ ഏതൊക്കെ സൈസ് വണ്ടികളാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലൊന്നും ഒരു മനുഷ്യന് വേണ്ടാതെ റെനോൾട്ടിൻ്റെ പോയാൽ ഇതൊക്കെ ഇവിടെ രാജാവാട്ടോ. ലിബി വാടാ, എത്തിയാ? വരുവാ. കാല് കഴിച്ചു. ഭയങ്കര വേദന കേട്ടോ കാലിന്. നടപ്പ് കറക്റ്റല്ലായിരുന്നല്ലോ, അതാ പറ്റിപ്പോയെ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ, എന്തെങ്കിലും പറ്റണല്ലോ എന്ന് ഓർത്തിട്ട്. ഫൈനലി എത്തി. കയ്യും കാലും ഒക്കെ കഴിച്ചു. ഗൈസ് ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ലിബിയയിൽ നടന്നു വരുന്നുണ്ട്, വണ്ടി ഇവിടെ ഉണ്ട്. ഗൈസ് നോക്കൂ, നമ്മൾ പീറ്റേഴ്സ്ബർഗിന് പോകുന്ന വഴിക്കാണ് ഈ സംഭവം കണ്ടത്. ഇവിടെ വേസ്റ്റൊക്കെ ഇതുണ്ടോ, ഇതേപോലെയൊക്കെ തന്നെ കേട്ടോ. എല്ലായിടത്തും വേസ്റ്റും സംഭവം കിടക്കുന്നതാണ്. അതുകൊണ്ടോ എല്ലായിടത്തും ഉണ്ട്. റഷ്യയുടെ പല ഭാഗങ്ങളിലും ആ സംഭവം കാണാം. എന്നാ വേസ്റ്റ് അത് എല്ലായിടത്തും ഉള്ളതിന് അല്ലേ? എല്ലായിടത്തും ഉണ്ട്. പോകുന്ന യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലായിടത്തും. സിറ്റി എല്ലായിടത്തും ക്ലീൻ ആയിരിക്കും. ഔട്ടർ അല്ല, എല്ലായിടത്തും ഇതേപോലെ തന്നെ ആയിരിക്കും. ഗൈസ് നോക്കൂ, അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല അതിമനോഹര റഷ്യൻ കാഴ്ചകളായിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാതിരിക്കുക. ഗുഡ് ബൈ. ഗൈസ് നോക്കൂ, നിങ്ങൾ പരമാവധി കൃത്യം ഞങ്ങളുടെ വീഡിയോ ഇടുന്ന 9 മണിക്ക് തന്നെ വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക.